പല ആളുകൾ പലതവണ ചെയ്യുമോ എന്ന് ചോദിച്ചൊരു സിനിമയായിരുന്നു ഇത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ദിലീപ് സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളും ബഹളമൊക്കെയുള്ള കളർഫുൾ ആയിട്ടുള്ള എന്റർടൈനർ സിനിമകളാണ്. ഫോർ എക്സാമ്പിൾ കാര്യസ്ഥൻ. ഇനി കാര്യങ്ങൾ അത്ര കളർഫുൾ അല്ലെങ്കിലും തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള ഐറ്റംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മേരിക്കുണ്ടൊരു കുഞ്ഞാട്. എന്നാൽ ഈ പാറ്റേണിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു ഇത്. ഇതിലെ ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ഒഴിച്ചു നിർത്തിയാൽ ഈ സിനിമയുടെ മൊത്തം ഡ്യൂറേഷനിൽ രണ്ട് കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. ശത്രുക്കളെ തേടി പിടിച്ച് കൊല്ലാൻ നടക്കുന്ന നായകനും അയാളെ ചേസ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന അത് ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും റിക്വസ്റ്റ് ഇതിനു വേണ്ടി വന്നത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു സ്ട്രിക്ട്ലി വൺ ടൈം വാച്ച് മൂവിയാണ്. പിന്നെ ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഈ സിനിമയിലും CID മൂസ എന്ന സിനിമയിലും ഹരിശ്രീ അശോകൻ ചെയ്ത കഥാപാത്രങ്ങളുടെ ലുക്കും മാനറിസങ്ങളും പ്രൊഫഷനും ഡയലോഗ് ഡെലിവറിയും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ചാനൽ മാറ്റുന്നതിനിടയിൽ എപ്പോഴെങ്കിലും CID മൂസയിലെ ഹരിശ്രീ അശോകനെ കണ്ടാൽ നമ്മൾ അവിടെ നിൽക്കും. കാരണം ഹരിശ്രീ അശോകന്റെ രംഗം കഴിഞ്ഞാലും അതിനുശേഷം വരുന്ന കാര്യങ്ങളും പ്ലസന്റ് ആണ്. എന്നാൽ ഈ സിനിമയിൽ ഹരിശ്രീ അശോകന്റെ സീനിന് മുമ്പും ശേഷവും ഒക്കെ വരുന്നത് ടെൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള സംഗതികളാണ്.